യെസ്, ധൈര്യമായിട്ട് പറയാം. വിമർശകരുടെ വായടപ്പിച്ചു ക്രിസ്ത്യാനോ റൊണാൾഡോ. ഉസ്ബെക്കിസ്ഥാനെതിരായ മത്സരത്തിൽ ഇരട്ട ഗോൾ നേടി പോർച്ചുഗലിനായി ലോകകപ്പിൽ ഏറ്റവും അധികം ഗോളുകൾ നേടുന്ന താരമായി ക്രിസ്ത്യാനോ റൊണാൾഡോ മാറി. 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമായിട്ടും റൊണാൾഡോ ഇന്നലെ മാറി. ആരാധകർ ഏറെ കാത്തിരുന്ന കളിയാണ് അമേരിക്കയിലെ ഹൂസ്റ്റൺ സിറ്റി സ്റ്റേഡിയത്തിൽ റൊണാൾഡോ സമ്മാനിച്ചത്. റെക്കോർഡുകളുടെ കണക്കെടുപ്പ് അവിടെ നിൽക്കട്ടെ. ആരെയും കൊതിപ്പിക്കുന്ന നിരവധി എണ്ണം പണ്ടേ അയാളുടെ പേരിലുണ്ടല്ലോ. ഇക്കുറി ചിലതിനൊക്കെ അടിവരയിടാനാണ് മൈതാനത്തെത്തിയത്. അയാൾ അണഞ്ഞില്ലാതായെന്ന് പറഞ്ഞു പരത്തിയവരോട്, പ്രായമായി മതിയാക്കെന്ന് പരിഹസിച്ചവരോട്, അക്ഷമരായി കാത്തിരുന്ന ആരാധകരോട് റോണോ പ്രഖ്യാപിച്ചു, സംശയിക്കേണ്ട, വെള്ളവരയ്ക്കുള്ളിൽ താൻ ഉള്ളിടത്തോളം കാലം കൽപ്പന്ത് കളിക്ക് ഒരേ ഒരു രാജാവേ ഉള്ളൂ. രണ്ട് പതിറ്റാണ്ടായി കൂടെയോടുന്നവനും ഇളം തലമുറയിലെ അനുയായിയുമൊക്കെ ആദ്യ ദിനം മുതൽ തകർത്താടുകയാണ്. ഒന്ന് നിറം മങ്ങിയതിന് 4 ദിക്കുകളിൽ നിന്നും വിമർശകർ പടുകുഴിയിലേക്ക് ചവിട്ടിയിടാൻ മത്സരിക്കുകയായിരുന്നു. ഉയർത്തെഴുന്നേൽപ്പ് അനിവാര്യം. ആത്മവിശ്വാസവും അടങ്ങാത്ത ആഗ്രഹവുമാണല്ലോ പണ്ടേ കൈമുതൽ. പരിലാളനകളോ സ്തുതിഗീതങ്ങളോ അധികം അയാളെ തേടിയെത്തിയിട്ടില്ല. താൻ തന്നെയാണ് മികച്ചവനെന്ന് 1000 തവണ ഹൃദയത്തിലോതി വെട്ടിപ്പിടിച്ചതാണ് ഫുട്ബോൾ ലോകത്തെ തൻ്റെ സിംഹാസനം. CR7 ഒരിക്കൽ കൂടി വിശ്വരൂപം പുറത്തെടുത്തു. എണ്ണം പറഞ്ഞ 2 ഗോളുകൾ. 6ാം ലോകകപ്പിലും റോണോയുടെ കാലിൽ നിന്ന് പന്ത് വലയെ ചുംബിച്ചു. ആകെ ഗോൾ നേട്ടം 10. പിന്നിലാക്കിയത് ബ്ലാക്ക് പാന്തർ എന്നറിയപ്പെട്ടിരുന്ന പോർച്ചുഗീസ് ഇതിഹാസം യൂസേബിയോയെ. കളത്തിൽ ചിരിച്ചുല്ലസിക്കുന്ന റൊണാൾഡോയെയാണ് ഇന്നലെ കണ്ടത്. അതൊരു സൂചനയാണ്. ഒറ്റ മത്സരം കൊണ്ട് എഴുതിത്തള്ളിയവരുടെ ഉറക്കം കെടുത്തുന്ന സൂചന. പറങ്കിപ്പടയുടെ അമരത്തിരുന്ന് അയാൾ പോരാട്ടം ആരംഭിച്ചു കഴിഞ്ഞു. ആഗ്രഹിച്ചതൊക്കെയും ഒരു പന്ത് കൊണ്ട് നേടിയെടുത്തവൻ്റെ ഒടുവിലത്തെ മോഹത്തിനായുള്ള പോരാട്ടം. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.